കഴിഞ്ഞ അധ്യായത്തിൽ വന്ധ്യദേവൻ കടമ്പൂർ മാളികയിൽ എത്തിയതും അവന് തോന്നിയ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ലഭിച്ചതും നാം കണ്ടു. അതുമാത്രവുമല്ല, ആരംഭം മുതൽ എന്തുകൊണ്ടാണ് പള്ളുവേട്ടരയർക്ക് രാജകുമാരന്മാരോട് ഇത്രയ്ക്ക് ദേഷ്യമെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് മധുരാന്തകനെ രാജാവായി വാഴിക്കണമെന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഈ ഒത്തുചേരലും ചതിയാലോചനയുമെല്ലാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് അധ്യായം 9, വഴിനടൈ പേച്ച്. അങ്ങനെ സഭയിൽ പറഞ്ഞതെല്ലാം കേട്ടതിനു ശേഷം തിരികെ മണ്ഡപത്തിൽ വന്നു ചേർന്ന വന്ധ്യദേവന് കിടന്നുവെന്നല്ലാതെ അവന് ഉറക്കം വരുന്നതേയില്ല. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിനാൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുകയായിരുന്നു അവൻ. മുൻപൊരിക്കൽ പെണ്ണയാറ്റിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ നീന്തൽ പരിശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ വന്ധ്യദേവൻ ഒരു ചുഴിയിലകപ്പെട്ടു. വന്ധ്യദേവന്റെ സ്വദേശം തൊണ്ടൈമണ്ഡലമാണ്, അതായത് ചെന്നൈ കാഞ്ചീപുരം ഭാഗങ്ങൾ. അവിടെ ആകെയുള്ള ഒരു ജലാശയം പാലാറാണ്. അതിലാകട്ടെ നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ തക്ക വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വന്ധ്യദേവന് നീന്തലൊന്നും അത്രയ്ക്ക് അറിയില്ല. ചുഴിയിലകപ്പെട്ട് മരിച്ചു പോകുമെന്ന് മനസ്സിൽ കാണുന്ന നേരം വെള്ളം പോലും അവനോട് ദയവ് കാട്ടി കരഭാഗത്തേക്ക് തള്ളിവിട്ടു എന്നാണ് കൽക്കി പറയുന്നത്. ഇതിപ്പോൾ പറയാൻ കാരണം, മണ്ഡപത്തിൽ വാനം നോക്കി കിടന്നപ്പോൾ അവനിത് ഓർമ്മ വന്നു. തനിക്ക് താല്പര്യമില്ലാതെ ആരുടെയൊക്കെയോ ചതിയുടെ ചുഴിയിൽ താൻ അകപ്പെട്ടു പോയല്ലോ എന്നവൻ ചിന്തിച്ചു കിടക്കുകയാണ്. സഭയിൽ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ മധുരാന്തകൻ ഭരണമേൽക്കുന്നത് തികച്ചും ന്യായമായൊരു കാര്യമാണ്. എന്തെന്നാൽ അദ്ദേഹം ചക്രവർത്തി കണ്ഠരാദിത്യരുടെ മകനാണ്. എന്നാൽ ആദിത്യ കരികാലൻ വീരൻ, രാജതന്ത്രം അറിഞ്ഞവൻ, എതിരാളികളെ തുരത്താൻ കെൽപ്പുള്ളവൻ. അദ്ദേഹം ഭരണത്തിൽ വന്നാൽ ചോഴ സാമ്രാജ്യം സമൃദ്ധിയിൽ വിളയും. രണ്ടുപേരിൽ ആരാണ് സിംഹാസനത്തിൽ അമരാൻ യോഗ്യതയുള്ളത്? ഞാൻ ആരുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്? ജനങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുക? ഇതുപോലെ 100,000 ചിന്തകൾ വന്ധ്യദേവന്റെ തലയ്ക്കുള്ളിൽ വളരാൻ തുടങ്ങി. ഇതേപോലെ വന്ധ്യദേവൻ പള്ളുവേട്ടരയരെ പറ്റിയും ചിന്തിക്കാൻ തുടങ്ങി. പഴുവേട്ടർ എത്ര വലിയ കുലമാണ്, എത്ര പ്രഗത്ഭനായ മനുഷ്യനാണ്. എങ്ങനെ ചോഴവംശത്തെ ചതിക്കാൻ തോന്നുന്നു? വയസ്സാങ്കാലത്തിൽ ഒരു ചെറിയ പെണ്ണിനെ കല്യാണം കഴിച്ചതും ചതിപ്രയോഗത്തിൽ ഏർപ്പെടാൻ സഹായകമായി. എവിടെ പോകുന്നുവെങ്കിലും മധുരാന്തകനെ ആയിരിക്കും ഇതുപോലെ പല്ലക്കിലിരുത്തി കൂടെ കൊണ്ടുപോകുന്നത്. ആരുടെയൊക്കെ ആദരവ് ചോദിച്ചിട്ടുണ്ടാവും, എവിടേക്കൊക്കെയോ പോയിട്ടുണ്ടാകും, ആർക്കറിയാം. ജനങ്ങളാകട്ടെ പഴൂർ റാണിയാണ് പോകുന്നതെന്ന് വിചാരിച്ചോളൂ. എന്തൊരു ചതി! ആദിത്യ കരികാലൻ അടുത്ത ചക്രവർത്തിയാകുമെന്നും തനിക്ക് അവകാശപ്പെട്ട ഭൂമിയും അതിന്റെ ഭരണാധികാരവും തനിക്ക് തന്നെ നൽകുമെന്നും എത്ര കനവ് കണ്ടിരിക്കുന്നു. ഇപ്പൊ ആഗ്രഹിച്ചും മോഹിച്ചും പിടിച്ച പുളിങ്കൊമ്പ് വേരോട് പൊട്ടി വീണതുപോലെ ആയല്ലോ എന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെടുന്നു വന്ധ്യദേവൻ. 4-ാം യാമം തുടങ്ങി കിഴക്കിൽ വെള്ള കീറിയ നേരം. ഏകദേശം ഒരു 5 മണി സമയത്താണ് അവൻ ഉറങ്ങുന്നത് തന്നെ. വെളിച്ചം വീണതിനു ശേഷം കന്ദന്മാരൻ വന്ന് വന്ധ്യദേവനെ കുലുക്കി വിളിക്കുമ്പോഴാണ് അവൻ ഉണരുന്നത്. ചാടി എഴുന്നേറ്റ് ചുറ്റും പരത്തി നോക്കി അവൻ വെപ്രാളത്തോടെ പറഞ്ഞു, നേരെ ഒരുപാടായതുപോലെ തോന്നുന്നുണ്ട്, ഞാൻ പുറപ്പെടാൻ നോക്കട്ടെ? അതിന് കന്ദന്മാരൻ, നന്നായി ഉറങ്ങിയോ നീ? എന്താടാ നിനക്ക് ഇത്ര ധൃതി? 2 നാൾ കഴിഞ്ഞു പോയാൽ പോരെ? അതിന് വന്ധ്യദേവൻ, അത് പറ്റില്ല നൻപ, എന്റെ അമ്മാവന് തീരെ സുഖമില്ല. വൈദ്യർ രക്ഷപ്പെടുന്ന കാര്യം സംശയമെന്നാണ് പറഞ്ഞത്. ഇന്ന് തന്നെ എനിക്ക് അവിടെ എത്തണം നൻപ. നീ ദയവ് ചെയ്ത് എനിക്ക് പുറപ്പെടാനുള്ള ഏർപ്പാടുകൾ ചെയ്. കന്ദന്മാരൻ നിരാശയോടെ, എന്ത് കഷ്ടമാണ്, ഇന്നലെ നിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. ശരി, ഞാൻ ഏർപ്പാട് ചെയ്യാം. പക്ഷെ ഒരു നിർബന്ധന, തിരികെ വരുമ്പോൾ 10 ദിവസം ഇവിടെ താമസിച്ചിട്ടേ നീ മടങ്ങാവൂ. സമ്മതമാണോ? അങ്ങനെ കന്ദന്മാരൻ പറഞ്ഞതും വന്ധ്യദേവൻ, അതെല്ലാം നിന്റെ ഇഷ്ടം. ഇപ്പൊ എന്റെ കുതിരയെ തയ്യാറാക്കി നിർത്താൻ നിന്റെ ആളുകളോട് പറ. അതിന് കന്ദന്മാരൻ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം, പക്ഷെ നീ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ. പ്രാതൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. ശേഷം ഞാൻ നിന്റെ ഒപ്പം കൊള്ളിടക്കര വരയ്ക്കും വരാം. പെട്ടെന്ന് ആശ്ചര്യത്തോടെ വന്ധ്യദേവൻ, എന്താ നീ പറയുന്നത്? പ്രധാനപ്പെട്ട അതിഥികൾ വീട്ടിലുള്ളപ്പോൾ നീ എങ്ങനെയാ എന്റെ ഒപ്പം വരുന്നത്? അതിഥികളെ ഉപചരിക്കേണ്ട നീ സുഹൃത്തിന്റെ ഒപ്പം പുറത്തു പോയെന്നറിഞ്ഞാൽ വന്നിരിക്കുന്നവരൊക്കെ എന്ത് കരുതും? അതിന് കന്ദന്മാരൻ, അവരുടെ കാര്യങ്ങൾ നോക്കാൻ എന്റെ പിതാവും മാളികയിൽ മറ്റംഗങ്ങളും ഉണ്ടല്ലോ. ഇന്നലെ പോലും നിന്നോടൊന്ന് ശരിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. തീർച്ചയായും ഞാനും നിന്നോടൊപ്പം വരും. ഇനിയും നിർബന്ധിക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ വന്ധ്യദേവൻ ഭക്ഷണം കഴിച്ച ശേഷം കന്ദനോടൊപ്പം മാളികയിൽ നിന്ന് പുറപ്പെട്ടു. 2 കുതിരയിൽ കൊള്ളിടക്കര വരയ്ക്കും സംസാരിച്ചു കൊണ്ടവർ യാത്ര ആരംഭിച്ചു. ഏറെ നാളുകളായി പിരിഞ്ഞിരുന്ന 2 സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെയായിരിക്കും സംസാരിക്കുക എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പഴയ ഓർമ്മകൾ, പണ്ടത്തെ അനുഭവങ്ങൾ ഒക്കെയും പരസ്പരം പറഞ്ഞുകൊണ്ടവർ യാത്ര ആരംഭിച്ചു. അതിന് വന്ധ്യദേവൻ, കന്ദ, ഒരു രാത്രിയെങ്കിലും നിന്റെ മാളികയിൽ തങ്ങാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പക്ഷെ വടപഴനി ആറ്റിൻകരയിൽ വെച്ച് നീ നിന്റെ സഹോദരിയെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടില്ലേ? അവളോട് ഇടപഴകാൻ മാത്രം കഴിഞ്ഞില്ല. അവളാകട്ടെ തോഴിപ്പെണ്ണിന്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുന്നു. പെണ്ണുങ്ങൾക്ക് നാണമാകാം, പക്ഷെ നിന്റെ സഹോദരിക്ക് നാണം വേണ്ടുവോളമാണല്ലോ. വന്ധ്യദേവൻ മണിമേഖലയെ പറ്റി സൂചിപ്പിച്ചതും എന്തോ പറയാനാകാതെ കന്ദൻ പെട്ടെന്ന് നിശബ്ദമായ ആലോചനയിലാണ്ടു. വന്ധ്യദേവൻ തുടർന്നു ചോദിച്ചു, നിന്റെ സഹോദരിയുടെ പേരെന്താടാ? അതിന് കന്ദന്മാരൻ, മണിമേഖലെ. മണിമേഖലെ, എന്ത് മനോഹരമായ പേര്! പേര് പോലെ തന്നെ അവളും അവളുടെ ഗുണവും മനോഹരമായിരുന്നെങ്കിൽ ഇപ്പൊ ഇടപഴകാൻ പറ്റിയില്ലെങ്കിൽ എന്താ, തിരികെ വരുമ്പോൾ അവളോട് ഒരുപാട് സംസാരിക്കണം എന്ന് വന്ധ്യദേവൻ പറഞ്ഞു. അതിന് കന്ദന്മാരൻ, നൻപ, നീ എനിക്കൊരു സഹായം ചെയ്യണം.
എന്റെ സഹോദരിയെ മറക്കണം. പെട്ടെന്ന് അതിശയത്തോടെ വന്ധ്യത്തേവൻ എന്തു പറ്റിയടാ? വടപഴനി ആറ്റിൻകരയിൽ അവളെപ്പറ്റി നീയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ പോലും എന്നോട് നിന്റെ മാളികയിൽ മരുമകനായി വന്നാൽ വരവേൽപ്പ് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നോക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? അതിന് കന്ദന്മാരൻ, അതല്ല നൻപ, എന്റെ പിതാവും മാതാവും അവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. അവളും അതിന് സമ്മതിച്ചു. കന്ദന്മാരൻ പറഞ്ഞു നിർത്തിയതും വന്ധ്യത്തേവൻ മനസ്സിൽ മണിമേഖലയ്ക്ക് ആശംസകൾ നേർന്നു. ഇന്നലെ വന്നവരിൽ ആരെങ്കിലും ആയിരിക്കും എന്നവൻ ഊഹിച്ചു. ആരായിരിക്കും? പഴുവേട്ടരയർ തന്റെ ഭാഗത്ത് സംഭവരേറെ ചേർക്കുന്നതിന് വേണ്ടി മധുരാന്തകനെ മണിമേഖലയ്ക്ക് വേണ്ടി കല്യാണം ആലോചിച്ചിരിക്കണം എന്ന് ചിന്തിച്ച് വന്ധ്യത്തേവൻ ഒന്നും അറിയാത്ത മുഖഭാവത്തോടെ കന്ദന്മാരനോട് ചോദിച്ചു. ഇന്നലെ വന്നവരിൽ ഒരാളല്ലേ മണിമേഖലയുടെ വരൻ? അതിന് കന്ദന്മാരൻ, അതെ നൻപ. അതിന് വന്ധ്യത്തേവൻ, ഞാനും ഇത് മുന്നേ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. വന്ധ്യത്തേവൻ അങ്ങനെ പറഞ്ഞതും കന്ദന്മാരൻ ആശ്ചര്യമായി. കാരണം ഇന്നലെയാണ് വിവാഹം നിശ്ചയിക്കുന്നത് തന്നെ. യഥാർത്ഥത്തിൽ മണിമേഖലയെ വന്ധ്യത്തേവന് വിവാഹം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു കന്ദന്റെ ആഗ്രഹം. അവൻ ആശ്ചര്യത്തോടെ വന്ധ്യത്തേവനോട് ചോദിച്ചു, നിനക്കെങ്ങനെ മനസ്സിലായടാ? അതിന് വന്ധ്യത്തേവൻ, ഇതിലെത്ര ആശ്ചര്യപ്പെടാൻ എന്തിരിക്കുന്നു നൻപ? നാടോടിയായ അനാഥനായ എന്നെ ഏത് പെണ്ണാണ് ഇഷ്ടപ്പെടുക? എനിക്ക് നാടുമില്ല, നഗരവുമില്ല, ഭരിക്കാൻ രാജ്യവുമില്ല, വസിക്കാൻ കൊട്ടാരവുമില്ല. എന്റെ പൂർവികർ ചക്രവർത്തികളായിരുന്നുവെന്ന് കരുതി ഞാൻ മന്നനാണെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. വന്ധ്യത്തേവന്റെ ഓരോ വാക്കുകളും കന്ദന്മാരനെ സങ്കടത്തിലാഴ്ത്തി. ഡേയ്, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ. നാടിന്റെ നല്ലതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ. നിനക്ക് യാഥാർത്ഥ്യം അറിയുമായിരുന്നുവെങ്കിൽ ഇത് തന്നെയാണ് ശരിയെന്ന് നീയും പറയുമായിരുന്നു. അതിന് വന്ധ്യത്തേവൻ, അത്രയ്ക്ക് പ്രധാനപ്പെട്ട എന്ത് കാര്യമാണ് നൻപ? അതിന് കന്ദന്മാരൻ, ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്, പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഇത് പുറം ലോകം അറിയുമെന്നൊരു സ്ഥിതി വന്നാൽ ആദ്യം ഞാൻ പറയുന്നത് നിന്നോട് തന്നെയായിരിക്കും. ഏത് സാഹചര്യത്തിലും നിന്നെ ഞാൻ കൈവിടുകയില്ല നൻപ. അതിന് വന്ധ്യത്തേവൻ, നീ എന്നെ കൈവിടുകയില്ല എന്ന് പറഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നൻപ. പക്ഷെ നീ എന്നെ കൈവിടാൻ പാകത്തിന് എനിക്കെന്ത് പ്രശ്നമാണുള്ളത്? ഞാൻ ആരെയും ആശ്രയിക്കാറില്ല ചങ്ങാതി. എൻ്റെ വാളിനെയും വേലിനെയും മനസ്സിലെ ധൈര്യത്തെയും മാത്രം വിശ്വസിച്ച് നീങ്ങുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു ഭയവുമില്ലടാ. അതേടാ, നിന്റെ വാളിനും വേലിനും ഇനി അധിക നാൾ വിശ്രമിക്കേണ്ടി വരില്ല. നമ്മൾ ഇരുവരും ഒരു പടയിൽ നിന്ന് എതിരാളികളെ നേരിടാൻ പോവുകയാണ്. കന്ദന്മാരൻ അങ്ങനെ പറഞ്ഞതും വന്ധ്യത്തേവൻ, എന്താ ചങ്ങാതി, നീ ഇന്ന് പറയുന്നതൊക്കെ വിചിത്രമായി തോന്നുന്നുവല്ലോ. എന്തെങ്കിലും യുദ്ധം വരുന്നുണ്ടോ? അതോ നമ്മൾ ഇരുവരും ഈഴത്തിലേക്ക് പോയി പോർ ചെയ്യാൻ പോവുകയാണോ? പെട്ടെന്ന് കന്ദന്മാരൻ, ഈഴത്തിലെ പോരോ? അതിനെപ്പറ്റി പറയരുത് നൻപ. അവിടെയുള്ള പടയാളികൾക്ക് ഇവിടെ നിന്നാണ് ഭക്ഷണം അയക്കുന്നത് തന്നെ. എനിക്കിതിനെപ്പറ്റി ഒന്നും സംസാരിക്കാൻ ഒരു തുള്ളി ഇഷ്ടം പോലുമില്ല. പെട്ടെന്ന് വന്ധ്യത്തേവൻ, സാരമില്ലടാ, നിനക്ക് താല്പര്യമില്ലെങ്കിൽ പറയണ്ട. അതാ നോക്ക്, കൊള്ളിടക്കരയെത്തി. അടുത്തേക്ക് നീങ്ങിയപ്പോഴാണ് വന്ധ്യത്തേവന് അത് അതിവിശാലമായ ആറാണെന്ന് മനസ്സിലായത്. അക്കരെയുള്ള വൻമരങ്ങളൊക്കെയും ചെറുമരങ്ങളെപ്പോലെ കാണപ്പെടുന്ന തരത്തിൽ അത്രയും വലിയ ജലാശയം. ആറ്റിൻകരയിൽ ഒരു വള്ളം പുറപ്പെടാൻ തയ്യാറായി നിൽപ്പുണ്ട്. വന്ധ്യത്തേവൻ കന്ദന്മാരനെ കെട്ടിപ്പുണർന്ന് യാത്ര പറഞ്ഞു പുറപ്പെട്ടു. കൂടെ ഒരു പടയാളിയുമുണ്ട്. എന്തെന്നാൽ ആറ്റിൻകരയിൽ കുതിരയെ വിട്ടുപോകുന്ന വന്ധ്യത്തേവന് മറുകരയിൽ നിന്ന് കുതിരയെ സംഘടിപ്പിച്ചു കൊടുക്കുവാനാണ് കന്ദൻ ഒരു പടയാളിയെ വന്ധ്യത്തേവനൊപ്പം അയക്കുന്നത്. വന്ധ്യത്തേവൻ വള്ളത്തിൽ കയറിയതും വള്ളം പുറപ്പെടാൻ ഒരുങ്ങിയതും ദൂരെ നിന്ന് നിൽക്കൂ നിൽക്കൂ എന്നൊരു ശബ്ദം കേട്ടു. ദൂരത്തിൽ നിന്ന് വന്ന രൂപം അടുത്തെത്തിയപ്പോഴാണ് അതാരാണെന്ന് മനസ്സിലായത്. വേറെ ആരുമല്ല, നമ്മുടെ ആൾവാർക്കടിയാൻ തന്നെ. വള്ളത്തിലൊരു ശിവഭക്തൻ ഉണ്ടായിരുന്നു. ആൾവാർക്കടിയാനെ കണ്ടതും വള്ളം പുറപ്പെടാൻ ധൃതി കൂട്ടി ശിവഭക്തൻ. എന്നാൽ വന്ധ്യത്തേവനോ, വള്ളത്തിൽ ഇനിയും ഒരുപാട് സ്ഥലമുണ്ടല്ലോ, ആൾവാർക്കടിയാനെയും കയറ്റാം എന്ന് പറയുന്നു. എന്തെന്നാൽ ഇന്നലെ മതിലിന്റെ മുകളിൽ കയറി എത്തി നോക്കി സഭയിൽ സംസാരിച്ചതൊക്കെ കേട്ടിരുന്ന വൈഷ്ണവരെ വന്ധ്യത്തേവൻ കണ്ടതാണ്. എന്തെങ്കിലും വിവരം വൈഷ്ണവന്റെ പക്കലിൽ നിന്ന് കിട്ടുമെന്ന് അവൻ ചിന്തിച്ചിരിക്കാം. വന്ധ്യത്തേവൻ എന്തെല്ലാം വിവരങ്ങൾ വൈഷ്ണവന്റെ പക്കലിൽ നിന്ന് നേടുന്നു എന്ന് അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം. ഇനിയും കഥ തുടരും.